ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ 200 rupees നമ്മൾ ഇന്ത്യയുടെ കറൻസി നോട്ടിൽ നിങ്ങൾക്ക് കാണാം സാഞ്ചി സ്തൂപയുടെ ഫോട്ടോ. ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ റിമൈൻസിന് റിലിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാം ബുദ്ധയുടെ റിലിക്സ് ഇതിനകത്തുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ബുദ്ധയുടെ ഈ സ്റ്റാച്യു ആക്ച്വലി എല്ലാ മ്യൂസിയത്തിലും വയ്ക്കേണ്ടതാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ടച്ച് ചെയ്യാനായിട്ട് തോന്നും. ടച്ച് ചെയ്ത് ഡാമേജ് ആയി പോകും ആക്ച്വലി. ഇത് കണ്ടോ ഗൈസ്, എന്ത് കിടു വ്യൂ ആണെന്ന്. ഒരു നദി, അവിടെ മൗണ്ടെയിൻസ്, നോക്കിയേ സൺസെറ്റ് ആവുന്നു അവിടെ. മധ്യപ്രദേശിലെ ഉൾഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ഗൈസ്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ്? സാഞ്ചിയിൽ. സാഞ്ചി എവിടെയാണ്? സാഞ്ചി മധ്യപ്രദേശിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഉജ്ജയിനിലായിരുന്നു. ഉജ്ജയിനിൽ നിന്ന് അതിനു മുമ്പ് ഓംകാരേശ്വറിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓംകാരേശ്വറിൽ നിന്ന് കവർ ചെയ്ത് ഉജ്ജയിനിലെത്തി. ഉജ്ജയിനിൽ നിന്ന് ഇപ്പൊ സാഞ്ചിയിലെത്തി. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അടിപൊളി വിഷ്വൽസും ഇൻഫർമേഷൻസും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ് സാഞ്ചി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. സാഞ്ചി ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പോൾ സാഞ്ചി ഈസ് ഫേമസ് ഫോർ എന്തിനാണെന്ന് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ സാഞ്ചി എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞങ്ങൾ പോവാണ് ജബൽപൂർ. അതൊരു സ്ഥലമാണ് മധ്യപ്രദേശിൽ. അവിടെയും ഒത്തിരി വാട്ടർഫാൾസും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അപ്പൊ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ സാഞ്ചി നിൽക്കുന്ന റിസോർട്ടിന്റെ പേരാണ് മഗധം റിസോർട്ട്. അപ്പൊ ആ റിസോർട്ടിൽ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവരും പോരും. അപ്പൊ പുറത്ത് നോക്കിയ ഗൈസ്, സാഞ്ചി എന്ത് തണുപ്പാണെന്ന്. അപ്പോൾ ഇപ്പൊ 9 മണിയായപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു വലിയ പാടമാണ്. ഓക്കെ, അതിന് നടുക്കാണ് ഈ ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടുവല്ലേ, അതുവഴി ട്രെയിനും പോകുന്നുണ്ടായിരുന്നു രാത്രി. ചലോ. ഓ, ഇവിടെ തന്നെ ഉണ്ട് ലിഫ്റ്റ്. ഒടുക്കത്ത തണുപ്പാണ് ഗൈസ്. ये है रेस्टोरेंट एक्चुअली. कोई नहीं अंकल अभी आ रही क्या? പണിപ്പാളി ഗൈസ്. ഷെഫ് ഇന്ന് അവധിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് ഡൗട്ട്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കേ, कोई दिक्कत नहीं है, आराम से जाके खाके ये करके बोले. दिक्कत तो मुझे है, सुबह ब्रेकफास्ट नहीं मिला मुझे ऑन टाइम, एक्स्ट्रा पे किया उसके लिए. मध्य प्रदेश में लोग बहुत प्यार से बात करते हैं, बहुत प्यार से बात करते हैं. झगड़ा करने के लिए भी मन नहीं करेंगे मुझे. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല ഗൈസ്. ആക്ച്വലി ഷെഫ് ഇത് ചുറ്റിയിലായിരുന്നു, അവധിയിലായിരുന്നു. അപ്പോഴത്തേക്കും പുറത്ത് പോയി കഴിച്ചിട്ട് എളുപ്പത്തിൽ വരാമെന്നാണ് പറഞ്ഞത്. പ്രശ്നമൊന്നുമില്ല, ഞാൻ എക്സ്ട്രാ പേ ചെയ്താണ് ഗോയിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ എന്തായാലും ഗോയിട്ട് സംസാരിക്കാം നമുക്ക്. करने के लिए हम लोग होटल जैन श्री में आ गए हैं. देखने से तो लग रहा है यहाँ का फेमस होटल है. അപ്പം ഞങ്ങള് പോഹയുണ്ട് എന്നത്തെ പോലെ ഫേവറേറ്റ് 2 പോഹ. അഞ്ജലിക്ക് എന്തോ ജിലേബി വേണമെന്ന് പറയുന്നുണ്ട്, അത് നോക്കുന്നുണ്ട് അഞ്ജലി. എങ്ങനെയുണ്ട് അഞ്ജലി പോഹ? अच्छा है. अनुरंज को मध्य प्रदेश का ठंडी नहीं हो रहा है. 11 डिग्री सेल्सियस. ആക്ച്വലി ഇവിടെ 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗൈസ്. എനിക്ക് തണുപ്പ് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആയിരുന്നു ഗൈസ്. രാവിലെ തന്നെ ജിലേബി, സമൂസ, എന്തൊക്കെയായിരുന്നു, ബജ്ജി, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബട്ട് എന്താ പറയാ, ബജ്ജി ഇതൊക്കെ ഞാൻ പാർസൽ വാങ്ങിച്ചു. 2 പോഹ കഴിച്ചു. കൊള്ളായിരുന്നു. നീറ്റ് അല്ലായിരുന്നു, ബട്ട് ടേസ്റ്റി ആയിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. टेस्टी से ज्यादा लोग बहुत प्यार से खिलाता है. എല്ലാരും എന്താ പറയാ, സ്നേഹത്തോടെ തരുമ്പോഴത്തേക്ക് നമ്മൾ പറയില്ലേ മലയാളത്തിൽ, വേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്ന ആ ഒരു സ്ഥിതിയിലായിരുന്നു. അപ്പൊ ഇതാണ് ഗൈസ് സാഞ്ചി സിറ്റി, മധ്യപ്രദേശിലെ സാഞ്ചി എന്ന് പറയുന്ന നഗരം. എന്താ പറയാ, നല്ലൊരു ടൗൺ ആണ്. ഒത്തിരി പീസ്ഫുൾ ആണ്. ഞങ്ങൾ ആക്ച്വലി ഉജ്ജയിനും ഓംകാരേശ്വരൊക്കെ പോയി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ്. കാരണം അത്ര ആളുകൾ ഇവിടെ ഇല്ല, തിരക്കും ഇല്ല. വേൾഡ് ഫേമസ് ബുദ്ധിസ്റ്റ് സ്തൂപ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഗൈസ്. ഇതിനകത്താണ് ടിക്കറ്റ് ബുക്കിംഗ്. इंडियन सिटीजन 40 रुपीस. ടിക്കറ്റ് ഘർ, ടിക്കറ്റ് ഓഫീസ്. ആളുകൾ ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഞാൻ ഉള്ളത് പറയാണ്, ആളുകൾ ഏറ്റവും നല്ലത് ഇന്ത്യയിലെ മധ്യപ്രദേശിലായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ, ടിക്കറ്റ് പോലും നോക്കിയില്ല, അത്ര വിശ്വാസമാണ്. അപ്പൊ ഞങ്ങളിപ്പോ പോവാണ് സാഞ്ചി സ്തൂപ കാണാനായിട്ട്. ഒരു മലയുടെ മുകളിലാണ്, മല വഴി കയറി പോണം. ഇതാണ് സാഞ്ചി സ്തൂപയിലെ പാർക്കിംഗ് ഏരിയ. പ്രോപ്പർ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. ഞങ്ങളപ്പോൾ എത്തി സാഞ്ചി സ്തൂപ. എൻ്റെ പിറകെ കാണുന്നില്ലേ, അതാണ് സാഞ്ചി സ്തൂപ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് ബുദ്ധയുടെ റിമൈൻസ് ആക്ച്വലി ആ സാഞ്ചി സ്തൂപയുടെ അകത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഇതുപോലെ വേറെയും കുറച്ച് സ്തൂപാസ് ഉണ്ട്. ഓക്കെ, ആൻഡ് മോർ ദാൻ ദാറ്റ് ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം, അത് എന്താ ചെട്ടി
കോട്ടിയഗിരി വിഹാർ മഹാബോധി സൊസൈറ്റി ഓഫ് ശ്രീലങ്ക സാഞ്ചി. അപ്പം മഹാബോധി സൊസൈറ്റി ഓഫ് ശ്രീലങ്ക സാഞ്ചി ഇവിടെയാണ്, മധ്യപ്രദേശിലെ സാഞ്ചി എന്ന സ്ഥലത്താണ്. ആൻഡ് ഇതാണ് പുറകിലുള്ള വ്യൂ. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് അകത്ത് പോയി സ്തൂപാസ് കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് ദ ഫേമസ് സാഞ്ചി സ്തൂപ. ഇതിൻ്റെ അകത്താണ് ബുദ്ധയുടെ റിലിക്സ് എന്ന് പറയും, ഓക്കെ, അതായത് റിമൈൻസ് ഓഫ് ബുദ്ധ വച്ചിരിക്കുന്നത്. ആക്ച്വലി ആ ഡോമില്ലേ, ആ ഡോമിനകത്ത് 3 ഡോമുണ്ട്. ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ്, ഇത് മൊത്തം കാടായിരുന്നു ആക്ച്വലി, കാട്ടിനിടയിൽ ഇത് മൊത്തം കവറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് വന്നാണ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ഒരു ഡോം തുറന്ന് അകത്തെന്താണെന്ന് നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ മനസ്സിലായി വീണ്ടും 2 ഡോം ഉണ്ടെന്ന്. അങ്ങനെ മുകളിലത്തെ ഡോം സിമെൻറ്റ് കൊണ്ട് വീണ്ടും മൂടി. അതാണ് മുകളിൽ കാണുന്ന ബ്ലാക്ക് കളർ കൊണ്ട് സിമെൻറ്റ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ 200 rupees നമ്മൾ ഇന്ത്യയുടെ കറൻസി നോട്ടിൽ നിങ്ങൾക്ക് കാണാം സാഞ്ചി സ്തൂപയുടെ ഫോട്ടോ. സാഞ്ചി സ്തൂപ, സാഞ്ചി സ്തൂപ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഇത് കാടിനിടയിൽ മൂടണമെങ്കിൽ അതിനിടയ്ക്കുള്ള കുറേ നമ്മുടെ ഹിസ്റ്ററികൾ ആക്ച്വലി എങ്ങനെയോ മാഞ്ഞു പോയിരിക്കുകയാണ്. അതാണ് നമ്മൾ ആ സമയത്തുള്ള ആളുകൾ ഇതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുപോലെ ഒളിഞ്ഞിരിപ്പുണ്ടാവുമല്ലേ ഇന്ത്യയിൽ. ഇവിടെ ആക്ച്വലി ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മുഗൾ രാജാക്കന്മാരൊക്കെ വന്ന് ഇന്ത്യ ലൂട്ട് ചെയ്തില്ലേ, ആ സമയത്ത് ഇതുപോലെ ഒത്തിരി സ്റ്റാച്ചുകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റാച്ചുവിൻ്റെയും എന്താ പറയുക, നോക്കി മുഖമൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റാച്ചു അല്ല, ഇതുപോലെ തന്നെ ഒത്തിരി സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി എന്താ പറയുക, മഹാകാലേശ്വർ ടെമ്പിളിൻ്റെ അടുത്തൊരു ത്രിവേണി മ്യൂസിയം ഉണ്ടായിരുന്നു, അവിടെ പോയായിരുന്നു. അവിടുത്തെ കുറേ ഫോട്ടോകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിലും കാണാൻ പറ്റും എന്തുമാത്രം ഇതുപോലുള്ള സ്റ്റാച്യൂസ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മൾ എന്തൊക്കെയല്ലേ പഠിച്ചത്, ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഇതൊക്കെയാണ് പഠിച്ചത്. ബട്ട് എന്താ, നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു നമ്മുടെ പഠിക്കുമ്പോഴത്തേക്കും. സൈൻ തീറ്റ, കോസ് തീറ്റ ഇതൊക്കെ പഠിച്ചിട്ട് എന്തായി, ഇപ്പോൾ ഒന്നും ആയില്ല. അഞ്ജലി എല്ലാം തൊട്ട് നോക്കുകയാണ്. പണ്ട് പഠിച്ചതായിരുന്നു അഞ്ജലി, ഇപ്പം എല്ലായിടത്തും തൊട്ട് നോക്കുകയാണ്. ഇപ്പോഴാണ് അഞ്ജലിക്ക് ഫീൽ കിട്ടിയത് സാഞ്ചി സ്തൂപയുടെ. ഇതാണ് മെയിൻ ഡോം. ഈ ഡോമിനകത്ത് 3 ഡോം ഉണ്ട്, ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് വന്ന് ഈ ഡോം പൊളിച്ചു. അതിൻ്റെ അകത്ത് വേറൊരു ഡോം കണ്ടപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇതിനെ സിമന്റ് ഇട്ടങ്ങ് മൂടി. അപ്പോൾ നിങ്ങളുടെ ഒരു കോൺഷ്യസ് മൈൻഡോടെ വന്നാൽ മനസ്സിന് നല്ല ശാന്തി കിട്ടും. ഇവിടുത്തെ ആ ഒരു എൻവിറോൺമെന്റും ആ ഒരു വൈബും അതുപോലെ തന്നെയാണ്. മനസ്സിലേക്ക് ആ ശാന്തത കൊണ്ടുവരുന്നൊരു വൈബാണ് ഇവിടുത്തത്. പ്രോബ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടും നല്ലൊരു സ്പേസ് ആയിരിക്കും ഇത്. നിങ്ങൾ ഇൻഫർമേഷനായിട്ട്, ഈ സാഞ്ചി സ്തൂപ ആക്ച്വലി നമ്മുടെ മൗര്യൻ കിങ് അശോകയാണ് ഉണ്ടാക്കിയത്, ഈ സാഞ്ചി സ്തൂപ. അതിനുശേഷം ഈ മൊത്തം സ്തൂപ ഡിസ്ട്രോയ് ചെയ്തായിരുന്നു ശുംഗ ഡൈനാസ്റ്റി. അപ്പം അശോകയുടെ ഡൈനാസ്റ്റിയുടെ പേരാണ് മൗര്യൻ ഡൈനാസ്റ്റി. അപ്പോൾ ഈ സ്തൂപ ആദ്യമായിട്ട് ഡിസ്ട്രോയ് ചെയ്ത ഡൈനാസ്റ്റിയുടെ പേരാണ് ശുംഗ ഡൈനാസ്റ്റി. അതിൽ ഒരു സ്പെസിഫിക് പേരുണ്ട്, ഓക്കെ, പുഷ്യമിത്ര ശുംഗ. അയാളാണ് ഈ മൊത്തം സ്തൂപ ഡിസ്ട്രോയ് ചെയ്തത്. അതിനുശേഷം അയാളുടെ മകൻ്റെ പേരാണ് അഗ്നിമിത്ര റീകൺസ്ട്രക്ട് ചെയ്തു മൊത്തം സ്തൂപ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ സ്തൂപയ്ക്ക് അകത്ത് 3 ലെയർ ഉണ്ട്, 3 ഡോംസ് ഉണ്ട്. അത് ഓരോന്നും ഓരോ സെഞ്ചുറിയിലാണ് ഉണ്ടാക്കിയത്. ഈ സ്തൂപ മൊത്തം കാടിനടിയിലായിട്ട് മൂടിക്കിടന്നായിരുന്നു. അതിനുശേഷം 1818 ഒരു ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റ്, അയാളുടെ പേരാണ് ക്യാപ്റ്റൻ ജോൺസൺ, ഈ സ്തൂപ വീണ്ടും ഡാമേജ് ചെയ്ത് എന്തിനാണ്, ഇതിനകത്ത് എന്താണെന്ന് നോക്കാനായിട്ട്. അപ്പോൾ വെസ്റ്റേൺ ഗേറ്റ്, അതൊരു മെയിൻ ഗേറ്റിന്റെ വെസ്റ്റേൺ ഗേറ്റ് അത് കൊളാപ്സ് ആയി, ഓക്കെ. അതിനുശേഷം സർ ജോൺസൺ മാർഷൽ വന്ന് ഇതിനെ 1912 19 ഇടയ്ക്ക് റീകൺസ്ട്രക്ട് ചെയ്തു. ഈ കാണുന്ന ഗേറ്റ് വേസ് ഇല്ലേ, അതിന് ആക്ച്വലി എന്താ പറയുക, ഹിന്ദിയിൽ തോരൻ എന്നാണ് പറയുന്നത്. ഇതിൽ ബുദ്ധയുടെ ലൈഫ് ഡിപ്പിക്ട് ചെയ്തിരിക്കുകയാണ്. 4 ഗേറ്റ് ഉണ്ട്, 4ലും ലൈഫ് ഡിപ്പിക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ഡോം ഇല്ലേ, അത് ഞാൻ പറഞ്ഞ ഈ ഡോമിൻ്റെ അകത്ത് ഒരു ഡോമുണ്ട്, വേറൊരു ഡോമുണ്ട്. അതിനകത്ത് ആക്ച്വലി ബുദ്ധയുടെ റിമൈൻസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ റിമൈൻസിന് റിലിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാം ബുദ്ധയുടെ റിലിക്സ് ഇതിനകത്തുണ്ടെന്ന്. ഈ കോംപ്ലക്സിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 51 മോണുമെന്റ്സ് ഉണ്ട് നിങ്ങൾ സ്പെസിഫിക്കലി കാണാനായിട്ട്. അതിൽ ഇതുപോലെ സ്തൂപ്പാസ് കാണും, പിന്നെന്താ ടെമ്പിൾസ് കാണും, ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ആ മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിനകത്ത്.
ये सब एक्सकवेशंस में मिला हुआ है. ഇതെല്ലാം ഇവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയ കാര്യങ്ങളാണ്. സ്റ്റോൺ വർക്ക്സും സ്കൾപ്ചേഴ്സും എല്ലാം നമ്പർ ഇട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയല്ലേ. മൊണാസ്ട്രി 47 ഇവിടെയാണ്. एक्चुअली मोनास्ट्री है. मोनास्ट्री 46 बोल रहे हैं ना. അതിൻ്റെ അകത്ത് ഒരു വലിയ ബുദ്ധയുടെ സ്റ്റാച്യു ഉണ്ട്. കാണിക്കാൻ പറ്റില്ല കാരണം ലൈറ്റ് ഇല്ല, ഇരുട്ടാണ്. ഇതെല്ലാം മൊണാസ്ട്രി ആയിരുന്നു. ഇവിടെ ഒരു ടെമ്പിളാണ്. ഓക്കെ, ബുദ്ധയുടെ സ്റ്റാച്യു കാണാം ഇതിനകത്ത്. എന്തൊക്കെയാണ് സ്റ്റാച്യു നോക്കിയേ. ഈ സ്റ്റാച്യു ഇല്ലേ, ബുദ്ധയുടെ ഈ സ്റ്റാച്യു ആക്ച്വലി എല്ലാ മ്യൂസിയത്തിലും വയ്ക്കേണ്ടതാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ടച്ച് ചെയ്യാനായിട്ട് തോന്നും. ടച്ച് ചെയ്തത് ഡാമേജ് ആയിപ്പോവും ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം മൊണസ്ട്രിയുടെ ബാട്ടായിരുന്നു, അതായത് താമസിക്കുന്ന സ്ഥലം. ബുദ്ധിസത്തിനെ പറ്റി പഠിക്കാനും അങ്ങനെയായിട്ട് വന്ന് നിൽക്കുന്നവർക്ക് താമസിക്കേണ്ട സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. എന്തൊക്കെ കാഴ്ചകളല്ലേ. ഗൂസ് ബംസ് വരിക ഇതൊക്കെ കണ്ടിട്ട്. स्टोन कितना ठंडा है. वो एक्चुअली वो स्टैचू देखो बाबू, उसका एसेंस एक्चुअली डिफरेंट ही है. അപ്പോൾ ഈ സ്ഥലം മുഴുവൻ മൊണസ്ട്രീസ് ആയിരുന്നു. ലൈക്ക് മൊണസ്ട്രി 37, പിറകിൽ 36 ഉണ്ടായിരുന്നു. അവിടെ ബിൽഡിംഗ് നമ്പർ 8. ഈ സ്ഥലത്തിലും ആ ഒരു എന്തൊരു ഓസ്പീഷ്യസ് നമ്മളൊരു എന്താ പറയുക സ്പിരിച്വൽ വൈബും ഉണ്ട്. അഞ്ചല് ഇവിടെ ഇരിപ്പായി. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്, അത്രയ്ക്കില്ല. നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് ഈ സമയം, അതായത് ജാനുവരി ഫെബ്രുവരി ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അത്ര ചൂടുണ്ടാവില്ല, എളുപ്പത്തിനെല്ലാം കാണാം. ചൂടുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പാടായിരിക്കും സൺലൈറ്റും കാരണം. എങ്ങനെയുണ്ട് അഞ്ജലി? छाया में ठंडी लग रहा है, धूप में धूप थोड़ा स्ट्रांग लग रहा है. actually जनवरी मंथ में ऐसे ही रहता, ठंडा ठंडा हवा चल रहा है. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മെഡിറ്റേഷൻ സെന്ററും തുടങ്ങാം. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു വൈബ് എളുപ്പം കിട്ടും. താഴെയായിട്ടും മൊണസ്ട്രീസ് ആണ്. അതിന്റെ ബേസിക് ഫ്രെയിം വർക്കേ ഉള്ളൂ, ബാക്കി എല്ലാം ഡിസ്ട്രോയ് ആയി. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഇൻഫർമേഷനും വിഷ്വൽസും മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വരണം, വന്ന് കാണണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഫീൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. हाँ, यहाँ पे गाइड्स भी अवेलेबल हैं, टूर गाइड. अगर आपको गाइड चाहिए फॉर डिटेल इंफॉर्मेशन तो भी हायर कर सकते हैं. ഞങ്ങൾ സാഞ്ചിയിൽ വന്ന് സാഞ്ചി സ്തൂപ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്, ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിയാണ് ജബൽപൂരിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യ മൊത്തം കറങ്ങിയാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ ഒരേ മാഗ്നറ്റ് ആയി. ഈ 2 മാഗ്നറ്റ് ഞങ്ങൾ വാങ്ങിച്ച്, ഒന്ന് സാഞ്ചിയുടേത്, ദിസ് ഈ സാഞ്ചി, ആൻഡ് ഈ ബുദ്ധയുടെ ഒരു ഫേസ് ആണ്. ഓക്കെ, ഇത് നല്ല രസമായിരുന്നു ബുദ്ധയുടെ ഫേസ് കാണാനായിട്ട്. അത് വാങ്ങിച്ചു. രണ്ടും 100 രൂപ 200 രൂപയ്ക്ക്. അപ്പൊ നമ്മളെ വണ്ടി, നമുക്ക് പോവാം ഹോട്ടലിലേക്ക്. സാഞ്ചി സ്തൂപയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു ഹോട്ടലിലേക്ക്. സാഞ്ചി സ്തൂപ കാണാൻ വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും വരണം. ആ ഒരു ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ആള് വളരെ കുറവായിരിക്കും, പ്രോപ്പർ ആയിട്ട് പീസ്ഫുൾ ആയിട്ട് കാണാം. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേരും ഒക്കെ വരും, പിന്നെ തിരക്കായി പോകും. थ्रूआउट द ईयर यहाँ पे टूरिस्ट आते रहते हैं, सो कोई भी ऑफ सीजन नहीं है यहाँ पे. നിങ്ങൾ ആലോചിക്കുക, മൗര്യൻ സാമ്രാജ്യം എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മള് പണ്ട് പഠിച്ചിട്ടില്ലായിരുന്നു മൗര്യൻ സാമ്രാജ്യം, എംപറർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പൊ വന്ന് ആക്ച്വലി കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫീല്. എനിക്ക് ലിറ്ററലി ഗൂസ് ബംസ് വരുമായിരുന്നു രാത്രി ഇരുന്നിട്ട്. On the way to Jabalpur. क्या हुआ? ഇല്ല, തോന്നുന്നു പോലീസ് ചെക്കിംഗ് ആണെന്ന്. മധ്യപ്രദേശിലെ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണെന്നറിയോ. ഒരു കൈ ഒരാളുടേത് ഫോണിലായിരുന്നു, ഒരു കൈ പോക്കറ്റില്. വണ്ടി ആരും ഓട്ടിക്കുന്ന ദൈവത്തിനറിയാം. टायर हिल रहा है. മുന്നിൽ പോണ ബൈക്കിന്റെ ടയർ കണ്ട, നടുക്കൊരു വെട്ടലുണ്ട്. ടയർ ഡാൻസ് ചെയ്ത് പോവാണ്. बट आराम से चल रहा है. അയ്യോ, यो क्या था? हम लोग अभी गैरतगंज रोड से जा रहे हैं. ഖജുരാഹോ 350 കിലോമീറ്റേഴ്സ്. സാഞ്ചി ലെവലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, അവിടെ നിന്ന് പരിപ്പുവടയും സമോസയും ഒരു ബ്രെഡ് ബജിയൊക്കെ പാർസൽ വാങ്ങിച്ചായിരുന്നു. അപ്പം അത് കഴിച്ച്
വിഷ്വൽസ് എല്ലാം കണ്ട് പോവാണ് ഗൈസ്. റോഡ് അടിപൊളിയാണ് കേട്ടോ, സാഞ്ചിയിൽ നിന്ന് ജബൽപൂർ വഴിയുള്ള. ഇവിടെ എന്തുമാത്രം പശുക്കളല്ലേ. മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും വലിയ കാഴ്ച, പശുക്കള്. ഇവിടെ ഒരു മനുഷ്യനെ അടിച്ചാലും പ്രശ്നമില്ല, ബട്ട് പശുവിനെ അടിച്ച് വലിയ പ്രശ്നമാണ്. अभी हम पढ़ के बताएंगे तो अनुरंज हंसेगा, ओके, लेकिन क्या करें, मेरे पास और कोई काम नहीं है. ट्रक के पीछे इतना सुंदर कुछ लिखा हुआ रहता है. अभी ये देखिए, सन ऑफ धाकड़. ओ होल्ड हाउस शिफ्ट कर रहे लगता है. अभी यहाँ रोड का कंस्ट्रक्शन चल रहा है, हाफ रोड बना हुआ है. कैसे जाएंगे? क्या करें, वो उधर साइड नहीं हो सकता है क्या? बट आइडियली वो लोग को इधर होना है ना. हाँ वही मैं सोच रहा था. अनुरंज का ड्राइविंग स्किल काम पे. लेफ्ट साइड में वो पत्थर है बाबू. कहाँ लगा? किधर भी नहीं लगा भाई. लेफ्ट साइड धड़क का आवाज किया. टायर के नीचे कौन सा है? वाह, वेरी गुड. कर्नाटक चला तो इधर चलाने के लिए क्या मुश्किल है भाई, इधर के लोग अच्छा है. ബാംഗ്ലൂർ में चला लिया तो फिर कहीं भी गाड़ी चला लेगा. നോർത്ത് ഇന്ത്യയിലും പാടങ്ങളുണ്ട് ഗൈസ്, കണ്ടില്ലേ ഗ്രീൻ കളറില്. അഞ്ജലിക്ക് ഇത് റെഡ് കളർ ആയിട്ടാണ് തോന്നിയത്, ബട്ട് ഗ്രീൻ കളർ. अंजलि कलर ब्लाइंड है. खबरदार तुम ये वीडियो में डाला तो. रेड कलर कार्पेट हम भी सोच रहा था रेड कलर. പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ കൊണ്ട് താഴെ. ഒരു കണ്ണിമ വെട്ടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലെത്തും. അയ്യോ अभी മധ്യപ്രദേശിലെ ഉൾഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ഗൈസ്. എന്റെ ടയറൊക്കെ പോയി കഴുകിവെച്ച വണ്ടിയാണ്. फॉरेस्ट है बाबू. റോഡ് വന്നേ. ഇതിനപ്പുറം ഒരു സന്തോഷം ഇപ്പൊ ഇനി കിട്ടാനില്ല. ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ സ്കൂളുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആക്ച്വലി എന്താ പറയാ, മധ്യപ്രദേശിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. കാരണം വീടൊന്നും ഇല്ല, കാണാനില്ല ഇവിടെ. എന്തെങ്കിലും ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഒക്കെ ആയിരിക്കും ഇത്, അവർക്കായിട്ടുള്ള സ്കൂളായിരിക്കും ആ കണ്ടത്. ഞങ്ങള് കാടിന് നടുക്കൂടെയാണ് ഗൈസ് പോകുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. റോഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഈ പാട്. 19 किलोमीटर के बाद हम लोग को टर्न राइट बोल रहा है मैप. सो 19 किलोमीटर तक ऐसे ही रहेगा क्या? हे भगवान. सीमा प्रारंभ सिंदूरी वन्य प्राणी अभयारण्य सामान्य वन मंडल ओबेदुल्लागंज. ये हिंदी वाली से शादी की है ओबेदुल्लागंज. सिंदोरा मतलब इन शॉर्ट टाइगर रिजर्व फॉरेस्ट. सिंदोरा वन. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് ഗൈസ് സിന്ദോര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനകത്തൂടെ. ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. ഈ റോഡ് വന്നേ. अनुरंज छोटा सा नदी देखा है. അപ്പൊ ഇതുവഴി ഒരു ചെറിയ സ്ട്രീം പോവാണ് ഗൈസ്. എന്ത് അടിപൊളിയല്ലേ, കണ്ടപ്പോഴേ നിർത്താതിരിക്കാൻ തോന്നിയില്ല. നാച്ചുറൽ സ്വിംഗ്, ഓർഗാനിക് സ്വിംഗ്. അവിടെ പിള്ളേര് എന്താ പറയാ, പള്ളിയിൽ തൂങ്ങി കളിക്കുകയാണ്. സ്വിംഗ് ആണ്, സ്വിംഗ്. അപ്പൊ ഇവിടുത്തെ ഒരു വീടാണ് ഗൈസ്, പശു ഇരിക്കുന്ന സ്ഥലം. ആൻഡ് അതിന്റെ മുകളിൽ കണ്ടോ ഷെഡ്.
बैठ के बना रही है, कुछ कर रही है उधर साइड कॉर्नर में. सिलवानी बम्होरी स्ट्രീറ്റ്. Beware of wild animals crossing on the road. ആദ്യം ഒന്ന് പേടിപ്പിച്ചു ഗൈസ്. റോഡ് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയുള്ള വഴിയൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു. ബട്ട് അല്ല, കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പ്രോപ്പർ റോഡുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൗണ്ടൈൻ, മുന്നിൽ കാണുന്ന മൗണ്ടൈൻ ക്രോസ് ചെയ്ത് ആ സൈഡിലേക്ക് പോകണം. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് നോർത്ത് ഇന്ത്യൻ സീരീസ് ആണ്. ഞങ്ങൾ ഇതിന് മുമ്പ് നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ട്, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഒരു മോട്ടിവേഷൻ ഞങ്ങൾക്ക് കിട്ടും ഇതുപോലുള്ള അടിപൊളി റോഡ് ട്രിപ്പുകൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെയ്യാൻ. അങ്ങനെ ഇപ്പൊ കുറച്ച് പേരെ മലയാളത്തിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രിപ്പ് ചെയ്യുന്നുള്ളൂ, ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലെ അടിപൊളി നോർത്ത് ഇന്ത്യൻ വിഷ്വൽസ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരാം. എന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഗൈസ്, എന്റെ വൈഫ് നോർത്ത് ഇന്ത്യൻ ആണ്, പ്ലസ് എനിക്ക് ഹിന്ദി അറിയാം നല്ല വൃത്തിയാ. थैंक यू. രണ്ട് മോങ്കീസിനെ കണ്ടു ഗൈസ്. മോങ്കീസ് दिख रहा है क्या? ഒന്നല്ലേ. വീണ്ടും റോഡ് കുഴപ്പത്തിലാണ്. മധ്യപ്രദേശിലെ കാടുകൾ കണ്ട ഗൈസ്. ആക്ച്വലി റിസർവ് ഫോറസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫോറസ്റ്റും നമ്മുടെ ഫോറസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് നോക്കിയേ. ഇത് ആക്ച്വലി ലൈക് സെൻട്രൽ ഇന്ത്യ വരുമ്പോഴത്തേക്കുള്ള ഫോറസ്റ്റ്, നമ്മുടെ ഫോറസ്റ്റ് എല്ലാം ഡ്രൈ ഫോറസ്റ്റ് ആയിരിക്കും. ഇവിടെയും പ്രോപ്പർ മഴയൊക്കെ ഉണ്ട്, ഓക്കെ, മധ്യപ്രദേശിൽ എസ്പെഷ്യലി. പക്ഷെ ഫോറസ്റ്റ് ഇതേപോലെ നമ്മളെ ഗ്രീൻ ആയിരിക്കില്ല, അത്ര പച്ചപ്പ് കാണില്ല. ഇതേപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും. ബട്ട് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ നിന്ന് വന്ന് കർണാടക വണ്ടിയും കൊണ്ട് ഏതൊക്കെ കാടുകളിലൂടെയാണ് വണ്ടി ഓടിച്ച് പോണതെന്ന്. അയ്യോ, ഇപ്പൊ ജസ്റ്റ് റോഡ് പണിഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് അതിന്റെ മുകളിൽ വൈറ്റ് പൗഡർ ഇട്ടിരിക്കുകയാണ്. കുട്ടിക്കൂറ അല്ല, जल है तो कल है. हम पढ़ेंगे तो तुम फिर बोलेगा. ഇതൊക്കെ ഇവിടെ ഉള്ളവരില്ലേ എല്ലാം ഈ വണ്ടികളുടെ പിറകില് അല്ലെങ്കിൽ ചില ബാനറുകള്, ബോർഡുകള്, ഇതൊക്കെ എഴുതി വെച്ചിട്ട് കാണാൻ നല്ല രസമാണ്. എപ്പോ ഒരു ബോർഡ് ഉണ്ടല്ലേ, ജൽ ഹേ തോ കൽ ഹേ, നല്ല പൊയറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് എല്ലാം. एक सेकंड. वो निकलेगा. कौन? तुम. अम्मा. ओते निकला. सीतापुर ग्रामीण क्षेत्र धीमे चलिए. बाघ जंगल की जान है. इसको इस पर शान है. हमको इस पर शान है. बोले बाघ मतलब टाइगर. ഓ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ധാന്യങ്ങൾ എങ്ങനെ വച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ദേ കണ്ടോ, ആ പാടത്തിൽ നിന്ന് എടുത്ത ധാന്യങ്ങൾ ഇതുപോലെ കൂട്ടി വച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ചാക്കില്. അപ്പൊ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട ഒന്ന് നിർത്തി കാണിക്കണ്ടേ, അതിനായിട്ടാണ് ഇറങ്ങിയത്. കുതിര പോണേ. सागर 124 kilometers, ജബൽപൂർ 136, നരസിംഹപൂർ 68. ബ്രേക്കിനായിട്ട് നിർത്തിയതാണ് ഗൈസ്. അഞ്ജലി എടുത്തു, അഞ്ജലിയുടെ വെപ്പൺ അമൃത്, നമ്മുടെ പേരയ്ക്ക. ഇതാണ് ജബൽപൂർ ഹൈവേ. മൊത്തം പാടങ്ങളാണ് ഗൈസ്. ഈ വഴി പോകുമ്പോഴത്തേക്കും മൊത്തം പാടങ്ങളാണ്, വീറ്റിൻ്റെയും റൈസിൻ്റെയും ഒക്കെ. സ്ട്രെയിറ്റ് ഹൈവേ നോക്കിയേ, സ്ട്രെയിറ്റ്. ഇത് ഷുഗർ കെയിനാണ് വണ്ടിയിൽ മുഴുവൻ.
കയ്യിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് പറത്തി കാണിച്ചു തരുന്നു ഗൈസ്. അത്രയ്ക്ക് അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മധ്യപ്രദേശില് എന്താ പറയാ, റോഡ് കൺസ്ട്രക്ഷൻ നല്ല സ്പീഡിലാണ് നടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ വരുന്ന ഈ റോഡിന്റെ സ്ട്രെച്ച് അടിപൊളി റോഡായിരുന്നു. എനിക്ക് തോന്നുന്നു 1 കൊല്ലം കൊണ്ട് മധ്യപ്രദേശിലെ റോഡ് സ്ട്രക്ചർ തന്നെ ചേഞ്ച് ആവും എന്ന്. അടിപൊളി റോഡ് കണക്ടിവിറ്റി ഉണ്ടാവും. സൈഡിൽ ആക്ച്വലി ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ അനിമൽസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട് ഫെൻസ് ചെയ്തിരിക്കുകയാണ് ഈ ഏരിയയിൽ. അതുമല്ല, നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും എന്താ ഇവിടുത്തെ ആളുകളും നല്ലതാണ്. ആക്ച്വലി ഇവിടെ എസ്പെഷ്യലി മധ്യപ്രദേശിലെ ആളുകളും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുറച്ച് മുറി ഹിന്ദിയും കുറച്ച് മുറി ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ് ഇവർ മനസ്സിലാക്കിക്കോളൂ. हिंदी ज्यादा चलता है. കുറച്ച് മുറി ഹിന്ദിയും കുറച്ച് മുറി ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ. लेकिन हेल्प करने का पूरा कोशिश करेगा. 100% ഞാൻ പറയാം, എല്ലാരും ഇറങ്ങി വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ത് പ്രശ്നം ഉണ്ടായാലും. അടിപൊളി റോഡ്. വാ, എന്ത് കിടു റോഡാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഓംകാരേശ്വറിൽ തുടങ്ങി ഉജ്ജയിനിലെത്തി. ഉജ്ജയിനിൽ നിന്ന് സാഞ്ചി എത്തി. സാഞ്ചിയിൽ നിന്ന് ഇപ്പൊ പോവാണ് ജബൽപൂർ. അപ്പോൾ ഞങ്ങൾ മധ്യപ്രദേശിന്റെ താഴേന്ന് തുടങ്ങി മുകളിലേക്ക് പോവാണ്. वो खाना खिला रहे हैं. अच्छा है. चले. मंकी को खाना खिलाने के लिए लेके आए हैं अलग से स्पेसिफिकली. ഇത് കണ്ടോ ഗൈസ്, എന്ത് കിടു വ്യൂ ആണെന്ന്. ഒരു നദി, അവിടെ മൗണ്ടെയിൻസ്, നോക്കിയേ സൺസെറ്റ് ആവുന്നു അവിടെ. ഒടുക്കത്തെ ബ്യൂട്ടി ആട്ടോ, ഒടുക്കത്തെ ബ്യൂട്ടി. और बर्ड्स का आवाज सुन रहे हैं, वो पैरट है. पैरट्स. ആ ലൈൻ കമ്പിയിൽ കാണാനെങ്കിൽ 2 പാരറ്റ് ഇരിക്കുന്ന റിവറിന്റെ നടുക്കായിട്ട് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്പൊ കിടുവേനെ ഒന്നല്ല ഗൈസ്, ഇവിടെ മൊത്തം പാരറ്റാണ്. ഓക്കെ, ഇത് കണ്ടോ, മൊത്തം പാരറ്റാണ്. ആ ഒരു ചെറിയ വെള്ളത്തിൽ ആള് തുഴഞ്ഞു പോവാണ്. എനിക്ക് തോന്നുന്നു അത് മീൻ പിടിക്കാനായിട്ട് ഫിഷിംഗ് നെറ്റ് ഇടുകയാണ്. ഈ ഫീലിംഗ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഈ ജബൽപൂർ പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച. എന്ത് കിടുവല്ലേ. അപ്പോൾ ഞങ്ങൾ ജബൽപൂർ മെയിൻ റോഡിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ഇപ്പൊ പോവാണ് ബഗൽഘാട്ട്. സോറി, भेड़ाघाट. अभी बोले पता चला अलापुरा और अलापुजा हम लोग क्यों बोलते हैं. भेड़ाघाट കുറച്ച് ഇന്റീരിയറിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി അതും ഒരു ഫേമസ് എന്താ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആക്ച്വലി ടൂറിസ്റ്റ് അല്ല, ഫേമസ് ആക്ച്വലി ആർക്കിയോളജിക്കൽ സൈറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോവാണ് ഇപ്പോൾ. പുറത്ത് തണുപ്പ് 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞങ്ങളൊരു മൗണ്ടന്റെ മുകളിൽ കയറുകയാണ്. റെസ്റ്റോറന്റ്. शिट, क्या किया. अभी आते वक्त हम लोग पूरा ऑफ रोडिंग करके आ रहे हैं. ये देखिए पूरा गंदगी लगा दिया है. एक्चुअली हमारा टायर फंस गया था गीला मड के अंदर. वृंदावन गोपाला डिफरेंट है और ग्रैंड गोपाला डिफरेंट है, अलग अलग है. हम लोग उधर चले गए थे. ओ अच्छा, ये बगल वाला दूसरा रूम है क्या? हाँ, कौन सा चाहिए देखो. सुबह को प्रॉब्लम है. दोनों सेम है, लेफ्ट एंड राइट. अच्छा है ना, चार्जिंग पॉइंट है. हाँ, केटल है मेरा सुबह पानी पीने के लिए रहेगा. सुबह ब्रेकफास्ट कितने बजे से कितने बजे तक रहेगा भैया? 8:30 बजे. अच्छा, 9:30 10 तक रहेगा. 10 बजे तक रहेगा ना. आप बताइए, 2 लोग का एक भिजवा देंगे. ओ अच्छा, वो जो मतलब सुबह टैरिफ में इंक्लूडेड है वही ना. हाँ. अच्छा अच्छा. और
अभी रात तक कितने बजे तक रहेगा? हाँ, क्योंकि हम लोग खाना खा के नहीं आए हैं। जो अच्छा रूम है वो दिखाइए ना, ताकि हम लोग का जगह से लोग आएगा हमारा वीडियो देख करके तो वो बेस्ट रूम देखे. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ റൂമും തുറന്ന് നോക്കുകയാണ്. അതിൽ ഇഷ്ടപ്പെട്ട റൂം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ റൂമും തുറന്ന് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ റൂം ഫൈനലൈസ് ചെയ്തു. ഒരു ബെഡ്റൂമുണ്ട്, ഒരു ബെഡുണ്ട്, അവിടെ വാഷ്റൂമാണ് ആൻഡ് TV, ഇതിൽ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. കൂൾ. ലഗേജ് എടുത്തുകൊണ്ട് വരാം ഇനി. ഞങ്ങൾ അങ്ങനെ റൂമിലെത്തി ഗൈസ്. ഞാൻ എന്താ കുളിച്ചു ഫ്രഷായി. ഇവിടെ മുടിഞ്ഞ തണുപ്പാണ്, 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. 12 അല്ല 10 ആയെന്ന് തോന്നുന്നു ഇപ്പം. അപ്പോൾ ഇനി ഒരു വിശേഷമില്ല, ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ കുറെ അടിപൊളി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ റൂം ടൂർ ഞങ്ങൾ നാളെ തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇതുവരെ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ 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 ബൈ, ഗുഡ് നൈറ്റ്.